അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. സെമിനാരിൽ ഒരു സെലക്ഷൻ ക്യാമ്പുണ്ട്. ആർക്കെങ്കിലും വൈദികനാകണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം കടക്കേണ്ട കടമ്പ എന്താണെന്ന് ചോദിച്ചാൽ അത് സെലക്ഷൻ ക്യാമ്പാണ്. 3 ദിവസം സെമിനാരിൽ താമസിച്ച് സെമിനാരിയുടെ ജീവിതമൊക്കെ മനസ്സിലാക്കി പൗരോഹിത്യത്തിൻ്റെ നല്ല പാഠങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു 3 ദിവസം സെമിനാരിൽ ജീവിക്കണം. അതിനിടയിൽ ഉത്തരവാദിത്തപ്പെട്ട വൈദികരൊക്കെ ഒബ്സർവ് ചെയ്യും. ഈ ഒബ്സർവേഷനൊക്കെ ശേഷം ഏറ്റവും അവസാനം ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. അതിൽ ബിഷപ്പ് ഒരു കൂട്ടം അർത്ഥികളിൽ നിന്ന് ഈ രൂപതയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നവരെ സെലക്ട് ചെയ്യുന്നു. ഇതാണ് ഈ പ്രോസസ്സ്. അങ്ങനെയാണ് ഒരാൾ സെമിനാരിൽ എൻ്റർ ആകുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ വായിക്കുന്നത് ഏഷ്യൻ്റെ ഒരു സെലക്ഷൻ ക്യാമ്പാണ്. സെലക്ഷൻ ക്യാമ്പിലെ പ്ലേസ് സെമിനാരി അല്ല, പക്ഷേ ഗലീലെ കടൽ തീരമാണ്. അവിടെ 3 ദിവസത്തെ ക്യാമ്പൊന്നുമില്ല, പക്ഷേ ഒബ്സർവേഷനുണ്ട്. ഈ ഒബ്സർവേഷൻ നടത്തുന്നത് സുപ്പീരിയർ ആയിട്ടുള്ള യേശുവാണ്. യേശുവിന് ഗലീലി കടൽ തീരത്തോടെ നടന്നു പോകുന്നു. അവിടെ ഷിമയോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും കൂടെ ഒന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നോക്കുമ്പോൾ ഒരു ബെറ്റർ ഓഫറാണ്. കാര്യങ്ങൾ പിടുത്തമൊന്നും കിട്ടിയില്ല, കിട്ടാൻ വഴിയുമില്ല. കാര്യം ഈ മനുഷ്യരെ പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ്? ചില ചോദ്യങ്ങളൊക്കെ അവർക്കുണ്ടായി കാണില്ലേ? ചില സംശയങ്ങളൊക്കെ അവർക്ക് അതിൻ്റെ പേരിലുണ്ടായി കാണത്തില്ലേ? പക്ഷേ ഒന്നും ചോദിച്ചില്ല. അവരവൻ്റെ പിന്നാലെ കൈയിരിക്കുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് വചനം പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർക്കൊരു കാര്യം പിടുത്തം കിട്ടി. വിളിക്കുന്ന ആൾ ചെറിയ ആളൊന്നുമല്ല, എന്തോ ഉള്ളിൽ കാമ്പുള്ള ഒരാളാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ സംശയം പറയാനോ ഒന്നും നിന്നില്ല, അവരങ്ങ് പിന്നാലെ പോയി. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും. പെട്ടെന്ന് തന്നെ അവരെയും വിളിച്ചു. അവർ വല ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവരും കേട്ട പോലെ തന്നെ വലകൾ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോയി. 2 പേരും ഒരേപോലെ പ്രതികരിച്ചത്. എത്ര സുന്ദരമായിട്ടാണല്ലേ ഒരു സെലക്ഷൻ ക്യാമ്പിലൊക്കെ ഒരാൾ എൻ്റർ ആകുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ അവർ മനുഷ്യരെ പിടിക്കുന്നതാണ്. അത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സമയത്താണ് പിടിച്ചില്ല, പക്ഷേ യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അവർ പിടിച്ചു. അവർ ഓടി നടന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, ഓടി നടന്ന് മനുഷ്യരെ നേടിയെടുത്തു. അവരെ പിന്നാലെ നടക്കാൻ മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ നിഴല് പോലും പിന്നീട് അത്ഭുതമായിട്ട് മാറി. വല്ലാത്തൊരു ജീവിതമായി കത്തുകയായിരുന്നു പിന്നെ അവർ ക്രിസ്തുവിന് വേണ്ടി. മനുഷ്യരൊക്കെ അവരുടെ പിന്നാലെയാണ്. ഈ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയൊക്കെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരൊക്കെ തീ പിടിച്ച ആത്മാക്കളായിരുന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലായിരുന്നു. പത്രോസൊക്കെ പിന്നീട് സഭയുടെ പരമാധ്യക്ഷനായിട്ട് മാറി. യോഹന്നാൻ പിന്നീട് സ്വർഗത്തിൻ്റെ വെളിപാടൊക്കെ സംസാരിച്ചു തുടങ്ങി. ഒരു വലിയ മനുഷ്യരായിട്ട് മാറി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈ കൈയിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ കളയാൻ തയ്യാറായപ്പോൾ അവർ മനുഷ്യരെ പിടിക്കുന്നവരായി. അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ മാത്രമല്ല, അവർ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ അവർ മാനസാന്തരപ്പെടുത്തി, അവർ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. നമ്മളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. നമ്മളൊരു സെലക്ഷൻ ക്യാമ്പിലൊക്കെ തന്നെയാണ്. നമ്മളും മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ വിളിയുടെ ആദ്യത്തെ പ്രോസസ്സ് അത് തന്നെയാണ്. മനുഷ്യരെ പിടിക്കാൻ വാ. ആരാ മനുഷ്യർ? അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ്. ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഇടവക ജനമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ ജീവിതം പങ്കിടുന്ന സന്യസ്തരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യരായിരിക്കും. ആരൊക്കെയോ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊക്കെ ഇവരെ പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇവരെയൊക്കെ തൊട്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? അത് ജീവിതം കൊണ്ടാണ്. ഈ ശിഷ്യന്മാരൊക്കെ ചെയ്തത് അവരുടെ ജീവിതം കൊണ്ട് അവർ ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തു. ആ മനുഷ്യരെല്ലാവരും ക്രിസ്തുവിലേക്ക് വന്നു. ഏറ്റവും എൻ്റെ പാർട്ടിലെത്തുമ്പോൾ അവരൊക്കെ മനുഷ്യരെ പിടിച്ച് അവസാനമൊക്കെ വൈറലായി. യോഹന്നാനും പത്രോസൊക്കെ ഇന്ന് വലിയ മനുഷ്യരാണ്. അവരെക്കുറിച്ച് പറയാത്ത അൾത്താരകളോ അവരെക്കുറിച്ച് പറയാത്ത വചനപീഠങ്ങളോ ഇല്ല. ക്രിസ്തുവോളം അവരൊക്കെ വലിയ മനുഷ്യരായി എന്നുള്ളതാണ്. ക്രിസ്തു അവരെ ആക്കിയെടുത്തു. നമ്മളവരെ നമ്മൾ ഈ കൂടെയുള്ള മനുഷ്യരെയൊക്കെ ഇങ്ങനെ ക്രിസ്തുവിലേക്ക് പിടിച്ച് എത്തിക്കുമ്പോൾ നമ്മളൊക്കെ വലിയ മനുഷ്യരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വലിയ മനുഷ്യരായി അവസാനം ഈ ശിഷ്യന്മാരെ പോലെ ഈ ഭൂമിയിൽ ക്രിസ്തുവിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന കുറേ നല്ല മനസ്സിൽ ഒരാളായിത്തീരും. അതാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. നമ്മളെ നോക്കി ഈ സെലക്ഷൻ ക്യാമ്പിൽ ക്രിസ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ്. നമ്മളൊക്കെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത് ഈ മനുഷ്യരെ പിടിക്കാനാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ ഇനി ക്രിസ്തുവിലേക്ക് എത്തിക്കണം. എങ്ങനെ? ജീവിതം കൊണ്ട്. ഇനിയും നമ്മൾ വൈറലായില്ലെങ്കിൽ ഇനി എന്ന് വൈറലാകാനാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം
നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു.